ലോകം ഉറ്റുനോക്കുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 16 ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ അന്തരീക്ഷത്തോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രംഗവും കടുത്ത ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരത്തിലെ എല്ലാ അംശങ്ങളെയും കാര്യമായി സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിവാദം ഇപ്പോൾ മാധ്യമങ്ങൾ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി ശ്രീമാൻ അനിൽ ആന്റണിയെ കുറിച്ചാണ്. അനിൽ ആന്റണി ആരാണ് എന്ന് കേരളത്തിലെ സമൂഹത്തിനും ഇന്ത്യയിലെ പൊതുസമൂഹത്തിനും നന്നായിട്ടറിയാം. ഒരു സമയത്ത് കേന്ദ്ര മന്ത്രിസഭയിൽ 2ാം സ്ഥാനക്കാരനായിരുന്ന ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്ന ഉന്നത പദവിയിലിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമാൻ AK ആന്റണിയുടെ മകൻ. അദ്ദേഹം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നതായ ഒരു വിവാദം വളരെയേറെ ചൂട് പിടിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒരു കാരണവശാലും തിരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല എന്ന അസന്നിഗ്ധമായ ഭാഷയിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തൻ്റെ പിതാവ് പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ വിവാദത്തിന് വാർത്താമൂല്യം ഉണ്ടായിരിക്കുന്നത്. ഈ വിവാദത്തിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ ബോധ്യമാവൂ എങ്കിലും അത് ശ്രീമാൻ അനിൽ ആന്റണിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം രാഷ്ട്രീയമായി ചെറുതല്ല എന്നാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിഷയം. ദല്ലാൽ നന്ദകുമാർ എന്ന പ്രസിദ്ധിയോ ഉള്ളതായിട്ടുള്ള ഒരു ദല്ലാൾ അധികാര വൃത്തങ്ങളിൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് ബ്ലാക്ക് മെയിലിലൂടെയും അല്ലാതെയും ഒക്കെ പണം സ്വരൂപിക്കുകയും ഡൽഹി കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ദല്ലാൽ നന്ദകുമാർ എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്നത്. ഈ ദല്ലാൽ നന്ദകുമാറാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയ ഒരു അമിട്ട് തന്നെ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് പറയാം. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ചില വർഷങ്ങൾക്ക് മുൻപ് ശ്രീമാൻ അനിൽ ആന്റണി AK ആന്റണിയോടൊപ്പം ഡൽഹിയിൽ താമസിച്ചിരുന്നപ്പോൾ ദല്ലാൽ നന്ദകുമാറിന് താല്പര്യമുള്ള ഒരു അഭിഭാഷകനെ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ കൈക്കൂലിയായി ശ്രീമാൻ അനിൽ ആന്റണിക്ക് കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ആ പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ആദ്യം പരാജയപ്പെട്ടു. അപ്പോൾ ആ പണം ഏത് വിധേനയും തിരിച്ച് വാങ്ങണം എന്നുള്ള നിർബന്ധത്തിൽ ഈ ദല്ലാൽ നന്ദകുമാറിന് പരിചയമുള്ള അന്നത്തെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന പ്രൊഫസർ PJ കുര്യനെ സമീപിച്ചുവെന്നും പ്രൊഫസർ PJ കുര്യൻ ഇടപെട്ട് ആ പണം തിരിച്ചു വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം. അത് തിരിച്ചു ലഭിക്കുന്നതിന് ശ്രീ PJ കുര്യൻ ആദ്യത്തെ ശ്രമത്തിൽ വിജയിച്ചില്ലെങ്കിൽ പോലും പിന്നീട് ഈ ദല്ലാൽ നന്ദകുമാർ പരേതനായ മുൻ MLA ശ്രീ PT തോമസിന്റെ സഹായം തേടിയെന്നും അദ്ദേഹവും PJ കുര്യനും ചേർന്ന് ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് ഈ പണം തിരികെ ലഭിച്ചത് എന്നുള്ളതുമാണ് ഇപ്പോൾ നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നന്ദകുമാറിന്റെ ഈ ആരോപണത്തെ പൂർണ്ണമായി സ്വാഭാവികമായി തള്ളി പറഞ്ഞുകൊണ്ട് അനിൽ ആന്റണി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു പരസ്യമായ സംവാദത്തിന് പോലും അനിൽ ആന്റണിയെ വിളിച്ചിരിക്കുന്നു. അതിന് തയ്യാറായില്ല എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഈ ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുകയാണെങ്കിൽ വ്യക്തമായ തെളിവുകളോടുകൂടി ഈ നന്ദകുമാർ രംഗത്ത് വരും എന്നുള്ള വലിയ ഭീഷണിയും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ അനിൽ ആന്റണി ഡൽഹിയിൽ തൻ്റെ പിതാവിനോടൊപ്പം ആയിരുന്നപ്പോൾ ഒരു വലിയ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന ആക്ഷേപം പല വിധത്തിലും അവതരിപ്പിക്കുകയാണ് ഈ ദല്ലാൽ നന്ദകുമാർ ചെയ്യുന്നത്. പ്രതിരോധ വകുപ്പിന്റെ പ്രധാനപ്പെട്ട രേഖകൾ പോലും അനിൽ ആന്റണി തൻ്റെ പിതാവിന്റെ ഫയലുകളിൽ നിന്ന് അടർത്തിയെടുത്ത് പുറത്തു കൊടുത്ത് പണം സ്വരൂപിച്ചിരുന്നു എന്ന ഒരു ഗുരുതരമായ ആരോപണവും ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ ശരിയാണ്,
ഈ അനിൽ ആന്റണി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് BJPയുടെ ഭാഗമായത് അതിന്റെ പിന്നിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള പല കഥകളും ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തിത്വം രൂപപ്പെട്ടു വന്നത് ശ്രീമാൻ AK ആന്റണിയുടെ മറവിൽ തണലിൽ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രാഗൽഭ്യം കൊണ്ട് മാത്രമാണ് എന്ന് കരുതുക അത്ര എളുപ്പമല്ല. കേന്ദ്രത്തിൽ 2ാം സ്ഥാനമുള്ള ഒരു മന്ത്രിയുടെ മകനൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ ലോകത്തിൽ എവിടെ വേണേലും പോയി പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും, അതിന് സാധിക്കുമെന്നുള്ളതും വളരെ ലളിതമായ കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ആർജിച്ചെടുത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ സ്വന്തം പിതാവിന്റെ തണലിൽ നിന്ന് ആർജിച്ചതാണ് എന്ന് വിശ്വസിക്കാനാണ് എളുപ്പം. ഇപ്പോൾ അതൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടാണ്, സ്വന്തം പിതാവിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം ഒരു പ്രാപ്തിയും ശേഷിയും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു 84-കാരനായ പിതാവാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനൊന്നും വലിയ വില കൽപ്പിക്കേണ്ടതില്ല. ഒരു പരിധി കൂടെ കടന്ന് അദ്ദേഹം പറയുന്നത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന നായ്ക്കളെ പോലുള്ളവരാണ് ഇത്തരക്കാർ എന്നൊക്കെ ഭംഗ്യന്തരേണ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ആക്ഷരികമായി തന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ പറഞ്ഞാലും ശരി, പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി അവിടെ ഒരു പുതുമുഖമാണ് എന്ന് തന്നെ പറയാം. ഇത്രയും ദിവസമൊക്കെ ആയിട്ടും ഈ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലൊന്നും കാര്യമായ രീതിയിൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്കോ അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല എന്നതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ശ്രീമാൻ നരേന്ദ്രമോദി പോലും ഇനിയും വന്ന് അവിടെ പ്രചരണത്തിന്റെ കാർഡെടുക്കാൻ പോകുന്നു എന്നാണ് വാർത്ത. അതുകൊണ്ടും അനിൽ ആന്റണിക്ക് വലിയ രക്ഷയുണ്ടാകും പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ എന്ന് ആരും കരുതുന്നില്ല. അവിടെ ഒരു UDF തരംഗം അല്ലെങ്കിൽ UDF സ്വാധീനമുള്ള ഒരു മണ്ഡലമായി നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. നിലവിലെ MP ആയ ആന്റോ ആന്റണിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കുമാണ് അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ മത്സരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. LDF UDF മത്സരം തന്നെയാണ്. ഈ അനിൽ ആന്റണി വളരെ വൈകി വന്ന് BJPയിൽ ചേർന്നത് തന്നെ ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ പുറകിൽ കാണാക്കഥകൾ ധാരാളമുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണയായി കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കെണികളിലോ അപവാദങ്ങളിലോ കൈക്കൂലി കേസുകളിലോ അഴിമതി കേസുകളിലോ പെട്ടവരൊക്കെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസാനത്തെ അത്താണിയായി കാണുന്നതാണ് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാനം അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി BJPയിൽ ചേക്കേറുകയാണ്. കേരളത്തിലും അങ്ങനെ പോയ ചില നേതാക്കൾ അല്ലെങ്കിൽ നേതാക്കൾ എന്ന് ഭാവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ പിതാവും മകനുമായി രാഷ്ട്രീയമായി വിവിധ ചേരിയിൽ നിൽക്കുന്നു. മൺമറഞ്ഞു പോയ ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ, സഹോദരന്മാർ ഇരുചേരിയിൽ നിന്നുകൊണ്ട് ഏറ്റുമുട്ടുന്നു. അങ്ങനെ വളരെ അത്യപൂർവമായിട്ടുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളാണ് ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി പത്മജ വേണുഗോപാൽ അനിഷേധ്യനായ കോൺഗ്രസിന്റെ എക്കാലവും അമരക്കാരനായിരുന്ന ശ്രീമാൻ K കരുണാകരന്റെ മകളാണ്. അവർ ഈ അടുത്ത കാലത്താണ് ഇതുപോലെ BJPയിൽ ചേക്കേറിയത്. അവരുടെ സ്വന്തം സഹോദരനും നിലവിലുള്ള MP-യുമായ ശ്രീ K മുരളീധരൻ തൃശൂർ വീണ്ടും മത്സരിക്കുകയാണ്. സ്വന്തം സഹോദരനെതിരായിട്ട് കർമ്മഭൂമിയിൽ നിന്നുകൊണ്ട് പോരാടാനായി ശ്രീമതി പത്മജ വേണുഗോപാൽ രാഷ്ട്രീയമായി കിട്ടിയ അവസരമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അവർ BJPയിൽ ചേർന്നതിന്റെ പിന്നിലും കഥകളുണ്ട് എന്നാണ് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അനിൽ ആന്റണിയുടെ ഇപ്പോഴത്തെ രംഗപ്രവേശം ഇളക്കിമറിക്കുന്നതായിട്ടുള്ള മറ്റ് കഥകളൊക്കെ തെരഞ്ഞെടുപ്പിനെ പത്തനംതിട്ട മാത്രമല്ല
NDA മുന്നണിക്ക് മൊത്തത്തിൽ കേരളത്തിൽ അപവാദം ഉണ്ടാക്കുന്നതാണ്, ആഘാതം ഉണ്ടാക്കുന്നതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും അനിൽ ആന്റണിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ അതിന്റെ നിജസ്ഥിതി എന്തായിരുന്നാലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ട് വരും. വൈകാതെ വരും ദിവസങ്ങളിൽ ശ്രീമാൻ PJ കുര്യൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതായി അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വസ്തുതാപരമായി ശരിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പിനെ വളരെ ദോഷകരമായി ബാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിൽ ആന്റണിയെ മാത്രമല്ല, അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന മുന്നണിയെയും ഇത് ബാധിക്കും എന്നതിനെ കുറിച്ചും ആളുകൾക്ക് ആർക്കും തന്നെ സംശയമില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം ആകമാനം ഇപ്പോൾ വളരെ കലുഷിതമായിരിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ എല്ലായിടത്തുനിന്നും കൂടുതൽ കൂടുതൽ ഉയർന്നു വരികയാണ്. ഈ നന്ദകുമാർ ഉയർത്തിവിട്ടിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്മേൽ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. അത് ശ്രീമാൻ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിക്കും. അദ്ദേഹത്തിന് ഒരിക്കലും അത് ഗുണകരമാവുകയില്ല. അതിന്റെ സത്യാവസ്ഥകൾ കൂടുതൽ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ചില വിവരങ്ങളും ഉണ്ടായി എന്ന് വന്നേക്കാം. അതിനെക്കുറിച്ച് വളരെ ആകാംക്ഷയോടും ജിജ്ഞാസയോടുമാണ് ഇപ്പോഴത്തെ പൊതുസമൂഹം കാത്തിരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ.